ഹലോ, ആദീസ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൂത്ത് കാണാൻ പോയ കഥ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ തൂത ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. നമ്മളുടെ മലബാറിൽ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പേര് കേട്ട ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ തൂത ഭഗവതി ക്ഷേത്രം. നമ്മുടെ തൂതപ്പുഴയുടെ തീരത്ത് തന്നെയാണ് ഇത് ഉള്ളത്. പിന്നെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മലപ്പുറം പാലക്കാട് ഒരു ബൗണ്ടറി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ തൂത ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ മെയ് മാസത്തിലാണ് കേട്ടോ പൂരമൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മളുടെ ഈ കൂത്തൊക്കെ നടക്കുന്നത് കേട്ടോ. ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് നടത്തുന്നതാണ് കൂത്ത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂരങ്ങളിൽ ഈ അവസാനമായിട്ട് നടക്കുന്ന കുറച്ച് പൂരങ്ങളിൽ ഒന്നാണ് നമ്മുടെ തൂതപ്പൂരം. പിന്നെ മെയിനായിട്ട് ഈ കൂത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് ദേവന്മാർക്കും അതേപോലെ തന്നെ മനുഷ്യർക്കും ഋഷികൾക്കും എല്ലാം ശല്യമായിരുന്ന ഒരു അസുരനായിരുന്നു ദാരികാസുരൻ. ഈ ദാരികാസുരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരമശിവൻ തൻ്റെ കണ്ടത്തിലെ കാളകൂട വിഷത്തിൽ നിന്നും ഭദ്രകാളിയെ സൃഷ്ടിച്ചു. കുറേ നാൾ ഭദ്രകാളിയും ദാരികാസുരനും തമ്മിലുള്ള യുദ്ധം നീണ്ടു നിന്നു. അങ്ങനെ ഒടുവിൽ ഭദ്രകാളി ദാരികാസുരനെ വധിച്ചു. ഈ യുദ്ധം നടക്കുന്ന സമയത്തായിരുന്നു രാമരാവണ യുദ്ധം കൂടി നടന്നത്. അതുകൊണ്ട് തന്നെ രാവണവധം കാണാൻ ദേവിക്ക് സാധിച്ചില്ല. അപ്പോൾ ആ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ദേവീക്ഷേത്രങ്ങളിൽ വർഷം തോറും കൂത്ത് നടത്തി വരുന്നത്. പ്രധാനമായും നമ്മുടെ രാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള രാമായണ കഥയാണ് കൂത്തിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ കാണുന്നതാണ് കേട്ടോ കൂത്തുമാടം എന്ന് പറയുന്നത്. അപ്പോൾ വാദ്യഘോഷങ്ങളോട് കൂടി ദേവിയെ അറിയിക്കുകയാണ്, കൂത്ത് തുടങ്ങാൻ സമയമായി എന്ന് അറിയിക്കുകയാണ്. പിന്നീട് അങ്ങനെ കൂത്തുമാടത്തിനുള്ളിൽ ദീപങ്ങൾ തെളിയിക്കലും ഉള്ളിലും പുറത്തും ദീപങ്ങൾ തെളിയിച്ചാൽ നമുക്കതിനുള്ളിൽ പാവകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ രാമായണ കഥയിൽ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും പാവയായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നുണ്ട് കേട്ടോ ഈ കൂത്തിലൂടെ. അതേപോലെ തന്നെ ഈ കൂത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകളാണ് പണിക്കന്മാരെന്ന് പറയുന്നത്. പണിക്കരും അതേപോലെ തന്നെ കൂത്ത് കവികളുമാണ്. അവരിങ്ങനെ ഒരു ഭാഷയിൽ, നമ്മുടെ കറക്റ്റ് മലയാളം ഭാഷയല്ല, ഒരു തമിഴ് മിക്സ് ചെയ്ത അങ്ങനെ ഒരു ഭാഷയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കറക്റ്റായിട്ട് അറിയില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഷയിലാണ് അവരതിനുള്ളിൽ സ്തുതിഗീതങ്ങളും അതേപോലെ തന്നെ കഥകളൊക്കെ പറയുന്നത്, കവികളൊക്കെ ചേർന്നിട്ട് കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും അറിയത്തില്ല, എന്നാലും കുറച്ചൊക്കെ കാണിച്ച് തരാം കേട്ടോ. ഈ ലൈറ്റ് ഇട്ടോട്ടാണ് കാണാത്തത്. ശരി, ലൈറ്റ് അപ്പോൾ കാണില്ലല്ലോ, അല്ലെങ്കിൽ ഫേസ് എടുക്കുന്ന നേരെ കാണില്ലല്ലോ, അവിടുത്തെ നേരെ കാണില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യക്കുട്ടി ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്താമ്മേ, ഇതെന്താമ്മേ. എനിക്കും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ല. ഞാനിത് ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് കേട്ടോ.
അപ്പോൾ അച്ഛൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഒരുപാട് ആളുകൾ കാണാനുണ്ടായിരുന്നു, ഒരു പൂരത്തിൻ്റെ ജനം ഉണ്ടാവും ഈ കൂത്ത് കാണാൻ എന്നൊക്കെ പറഞ്ഞു തരികയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ ഇങ്ങനെ പാവകളെയൊക്കെ കണ്ടു. അപ്പോൾ കൂത്ത് കവികൾ ഇങ്ങനെ പാട്ട് പാടുന്നതിനും കഥ പറയുന്നതിനനുസരിച്ചിട്ട് പാവകളെ ചലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു. ലാസ്റ്റ് വെച്ചിട്ട് കണ്ടു കേട്ടോ, പാവകളിങ്ങനെ ചലിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇതിനെപ്പറ്റി അറിയുന്നവർക്കായിരിക്കും കഥ കൂടുതലറിയുക. അപ്പോൾ കുറച്ചൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. ഒരുപാട് സമയമുണ്ട് കേട്ടോ, രാവിലെ വരെ ഇത് നടക്കുന്നുണ്ട്, പുലർച്ചെ വരെ നടക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പൂരം മെയ് 13, 14 തീയതികളിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വരിക, പൂരം കാണാൻ വരിക. അപ്പോൾ ഓക്കെ, ബൈ.